all are fine. And today Manglish Talk is back with a superb video. എന്തുകൊണ്ടാണ് സൂപ്പർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കും എന്തോ വലിയ കാര്യം പറയാൻ പോവാണ്. നോ, ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ തിങ്. ഇറ്റ്സ് എ സ്മോൾ ടോക്ക് അബൌട്ട് ഡിപ്രഷൻ. കുറച്ച് എസ്പെഷ്യലി 2 ദിവസമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വാക്കായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഹാഷ്ടാഗ് ആയിരിക്കും #depression. And that is because all you know, the famous renowned actor Sushant Singh Rajput, he committed suicide. Why suicide is another reason, but ആദ്യം വന്ന സംഭവം ഇതായിരുന്നു, അദ്ദേഹം സൂസൈഡ് ചെയ്യാനുള്ള കാരണം ഡിപ്രഷൻ ആയിരുന്നു. എന്തുകൊണ്ട് ഡിപ്രഷൻ? ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ വന്ന് പീക്ക് ടൈമിലായിരുന്നു. അതുപോലെ തന്നെ മൾട്ടി ടാലന്റഡ്, അതുപോലെ തന്നെ ഒരു കോൺട്രവേഴ്സിയും എനിക്കറിഞ്ഞിട്ട് ഇല്ല ഇതുവരെയ്ക്കും അദ്ദേഹത്തിന്റെ പേരിൽ. അതുമാത്രമല്ല ടാലന്റ് ഉണ്ട്, ആൻഡ് ഏജ് ഓൾസോ ജസ്റ്റ് 34 years old. എല്ലാം ഉണ്ട്, ഇത്രയും നല്ല സക്സസ്ഫുൾ ആണ്. ആൻഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് ആഡിലെങ്കിലും വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുറേ ഡാൻസിങ് ഫെസ്റ്റിവൽ സെറിമണീസിൽ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടാവും. ഇത് അദ്ദേഹം മാത്രമല്ല, കുറേ പേര്, കുറേ കരിയേഴ്സ് ഇത്രയും നല്ല പീക്ക് ടൈമിലിരിക്കുമ്പോൾ കുറേ ആക്ടേഴ്സ് അവരുടെ ലൈഫിനെ എൻഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് എവർ മേ ബി ദ റീസൺ. ചില ഒരു കോൺട്രവേഴ്സിയും വരുന്നുണ്ട്, ലൈക്ക് സം നെപ്പോട്ടിസം ഇസ് ദെയർ ഇൻ ബോളിവുഡ്. ബട്ട് എബോവ് ആൾ, വാട്ട് ഈസ് ഡിപ്രഷൻ? ഹൗ ക്യാൻ വി ഓവർകം ഇറ്റ്? ഇന്ന് സുശാന്ത് ആയിരിക്കാം, നാളെ നമ്മൾ ഓരോരുത്തരായിരിക്കാം. ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് എ ഫേസ് ഓഫ് ലൈഫ് ദാറ്റ് യു ഫീൽ ലൈക്ക് ഡിജക്റ്റഡ്, കംപ്ലീറ്റ്ലി ഡിജക്റ്റഡ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സിമ്പിൾ ഇൻസിഡൻ്റ് ആയിരിക്കും, മേ ബി അത് നിങ്ങൾക്ക് വളരെ വലുതായി തോന്നി. അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് അവസാനം നമ്മൾ പറയില്ലേ, ആകെ മണ്ടപ്രാന്ത് പിടിച്ചു. ഇറ്റ്സ് എ കോമൺ ലാംഗ്വേജ് ദാറ്റ് വി യൂസ് ഇൻ പാലക്കാട്. സോറി ഫോർ ദാറ്റ്. ബട്ട് എസ്പെഷ്യലി അതാണ് നടക്കുന്നത്. അതും ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ ഈ പാൻഡമിക് ഉള്ള സമയത്ത് യു കാൺ ഗോ ഔട്ട്, യു കാൺ ഗോ ആൻഡ് പേഴ്സണലി 1-to-1 ആയിട്ട് ആരോടും സംസാരിക്കാൻ പറ്റില്ല. ആൻഡ് ടച്ച്, ഫീൽ, ആ ഒരു എന്താ പറയുക, ഈവൻ അങ്ങനെയുള്ള ഇമോഷൻസ് ഒക്കെ മിസ്സിങ് ആയിട്ടുള്ള ഈ സമയത്ത് ഇങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഈ ടോപ്പിക് എടുത്ത് മംഗ്ലീഷ് ടോക്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഫസ്റ്റ് തിങ്, വാട്ട് ഈസ് ദ സൈൻസ് ഓഫ് ഡിപ്രഷൻ? ഡിപ്രഷൻ വരുന്നു എന്നുള്ളതിൻ്റെ സൂചന എന്താണ്? അതാണ് ആദ്യം നോക്കേണ്ടത്. ഫസ്റ്റ്, യു വിൽ കംപ്ലീറ്റ്ലി ലോസ് യുവർ അപ്പിറ്റൈറ്റ്. വിശപ്പേ ഉണ്ടാവില്ല. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഒന്നിനോടും ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കണമെന്നേ തോന്നില്ല. അതുകൊണ്ട് എപ്പോൾ ഉടനെ അയ്യോ എനിക്ക് വിശക്കണില്ല പറഞ്ഞാൽ ഉടനെ ഡിപ്രഷൻ ആയിരിക്കുമോ എന്ന് വിചാരിക്കരുത്. ദീസ് ആർ ദ ബേസിക് സിംറ്റംസ് ദാറ്റ് ക്യാൻ ഹാപ്പൻ. ആൻഡ് അതർ തിങ് ഈസ് ലൈക്ക്, ഇതുവരെയ്ക്കും നിങ്ങൾക്ക് ചെയ്യാൻ ഉഷാറുള്ള കാര്യം ചെയ്യാനേ തോന്നില്ല. അതെന്തായാലും ശരി. സപ്പോസ് ചിലവർക്ക് വന്നിട്ട് സൈക്ലിംഗ് ചെയ്യണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കണമെന്നായിരിക്കും, അല്ലെങ്കിൽ ഫിലിം കാണണമെന്നായിരിക്കും. ഡെയിലി റൊട്ടീനായിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം യു കാൺ ഡു ഇറ്റ്. ദാറ്റ് ഈസ് അനദർ സൈൻ. ആൻഡ് ദ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് വെരി കോമൺ. ലൈക്ക് ഒന്ന് നിങ്ങൾ എടുത്ത് ഒന്നിലേക്ക് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഈവൻ ഫോൺ ആണെങ്കിലും ശരി, വാട്സപ്പിൽ ഗ്രൂപ്പ് ആണെങ്കിലും ശരി, മെസ്സേജസ് ആണെങ്കിലും ശരി, യു വിൽ ഫീൽ ലൈക്ക് ഇറിറ്റേറ്റഡ് ഈവൻ ഫോർ ദ സ്മോൾ തിങ്. ആൻഡ് അത് എന്താണെങ്കിലും ശരി, ഒരാൾ ബെല്ലടിച്ച് ഇറിറ്റേറ്റ് ആയിരിക്കും, ആരും വന്നില്ലെങ്കിൽ ഇറിറ്റേറ്റ് ആയിരിക്കും. ഫോർ നോ റീസൺ യു വിൽ ഫീൽ ഇറിറ്റേറ്റഡ് ആൻഡ് യു വിൽ ജസ്റ്റ് ബേൺ ഔട്ട് കംപ്ലീറ്റ്ലി. ആരെങ്കിലും ഒരാൾ കിട്ടിയാൽ അവരുടെ അടുത്ത് വെറുതെ ആവശ്യമില്ലാണ്ട് ചെറുതിനും വലുതിനും ദേഷ്യം വരിക. ഇറ്റ്സ് നോട്ട് യുവർ തിങ്, ബിക്കോസ് യു ആർ ലൈക്ക് ഇന്റേർണലി യു ആർ ബ്ലീഡിങ് ബേസിക്കലി. അതുകൊണ്ടാണ് നമുക്ക് ആരെങ്കിലും കിട്ടുമ്പോഴേക്കും ഉടനെ ദേഷ്യം വരും. അതുമല്ലാണ്ടിരിക്കുമ്പോൾ ചില സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ഹെഡേക്ക് ആയിരിക്കും, ഇല്ല പറഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല. സോ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന സിംറ്റംസ് ആണ്. ഇങ്ങനെയുള്ള സിംറ്റംസ് വരുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്, ഇതിനേടുള്ള എന്താ പറയുക, ക്യൂർ. ജസ്റ്റ് സിമ്പിൾ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു. അതിനുള്ള സിമ്പിൾ ടെക്നിക്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ ടെക്നിക്ക് ഇതാണ്. ഫസ്റ്റ്, ചേഞ്ച് യുവർ സർക്കിൾ, ഫ്രണ്ട് സർക്കിൾ, സോഷ്യൽ സർക്കിൾ. ബിക്കോസ് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത്രയും ഡീപ്പറായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ആൾക്കാരെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചേഞ്ച് യുവർ സർക്കിൾ എന്ന് പറയാനുള്ള കാരണം. എവിടെയെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇഫ് നോബഡി ഈസ് ദെയർ, യു ക്യാൻ കോൺടാക്ട് മീ, നോ പ്രോബ്ലം. ബട്ട് പ്രൊമോഷൻ അല്ല, യു ക്യാൻ go to a consultant.
basically the psychiatrist. He will give you counseling and he can cure you. He will listen to you. Pinna, take a note, write down it. Whatever thoughts coming to your mind, just write it down. നിങ്ങൾക്ക് എന്തൊക്കെ വരണോ, നെഗറ്റീവായിട്ട് വരികയാണെങ്കിലും അപ്പറായിട്ട് ലോവറായിട്ട് എന്തൊക്കെ തോന്നണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനെ ഫുൾ ഫസ്റ്റ് write it down. Slowly you can see that that problem won't haunt you again, because every time the same wound is getting affected. അതുകൊണ്ടാണ് അത് അത്രയും എന്താവുക ഉണങ്ങാതിരിക്കുന്നത്. So you need to heal it. You need to write it down and just separate it, like what are your problems, just write it in a one column. Another column, just take it and note the positive things that you can do. Like whatever is a negative is there, just take a positive thing as an affirmation kind of thing to the opposite, the reverse of it, so that പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സ് will learn it, will acquire it. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റും, ഞാൻ ഇങ്ങനെ ആയിരുന്നു, എൻ്റെ സ്റ്റേജ് എന്താണ്, ഇപ്പം ഞാൻ എന്താണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് തിങ്. ആൻഡ് തേർഡ്, ഡു വാട്ട് എവർ യു വാണ്ട്, ബട്ട് നോട്ട് ലൈക്ക് സൂസൈഡ്. വാട്ട് എവർ ദാറ്റ് ദ തിങ്സ്, മുമ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഈവൻ ഇപ്പോൾ ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾ ചെയ്യുക. ലൈക്ക് വാച്ചിങ് മൂവി, watching some funny movie, especially because laughing stimulates so many hormones in your body that can ease your depression. So അത് കാണുക. മൂവി ആണെങ്കിൽ മൂവി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റണം, കുക്കിംഗ് ഇഷ്ടമാണ് കുക്കിംഗ്, അല്ലെങ്കിലോ ലേൺ എ ന്യൂ സ്കിൽ. എന്ത് സ്കില്ലാണെങ്കിലും ശരി. എത്രയോ എന്താ പറയുക, നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് യൂട്യൂബിൽ. സോ ടേക്ക് ഇറ്റ് ഡൗൺ, നോട്ട് ഇറ്റ്. ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട ഐഡിയ ഇല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. There are so many languages in our India. അത് ലേൺ ചെയ്യാൻ നോക്കുക. ലേൺ എ ന്യൂ ലാംഗ്വേജ്. ട്രൈ ടു ഡു സംതിങ് ഡിഫറെൻ്റ്ലി സോ ദാറ്റ് മൈൻഡ് വിൽ ബി എൻഗേജ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്താവും, തനിയെ ഒരു ഇൻട്രസ്റ്റ് വരും. അങ്ങനെ നിങ്ങൾക്ക് ഡിപ്രഷനെ ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഫോർത്ത് ഇസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ കുറേ ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്. എല്ലാ മെഡിറ്റേഷനും അവൈലബിൾ ആണ്, എല്ലാ മെറ്റീരിയൽസും ഓൺലൈനിൽ അവൈലബിൾ ആണ്. സോ do practice, meditate. Meditation can have a wonderful effect on you. Okay. And yoga, this is International Yoga Day is coming. So ആ യോഗ ഡേന് വേണ്ടി ചാലഞ്ച് തന്നിട്ടുണ്ട്. ആ ചാലഞ്ച് എടുത്ത് ചെയ്യാൻ നോക്കുക. സോ ബേസിക്കലി യു നീഡ് ടു യൂസ് യുവർ ടൈം പ്രോപ്പർലി. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് ഈ ഡിപ്രഷനിൽ നിന്ന് നമുക്ക് മാറാൻ, നമ്മളെ സ്വയത്തിനെ മാറ്റാൻ നമുക്ക് കഴിയും. എങ്ങനെ മാറ്റും എന്നുള്ളതല്ല, അതായത് അതിന്ന് വി നീഡ് ടു ബ്രേക്ക് ദ ഷെൽ. വൺസ് യു ബ്രേക്ക് ഇറ്റ് ഡൗൺ, പിന്നെ എന്ത് സംഭവിച്ചാലും ഈ ലോകത്ത് ആര് തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് സൂസൈഡ് എന്നുള്ള തോട്ടേ വരില്ല. ആൻഡ് ഈവൻ ഡിപ്രഷൻ നടക്കേണ്ടത് നടക്കട്ടെ. ഇപ്പൊ നിങ്ങളെ കുറിച്ച് ഒരാൾ 10 പേര് മോശമായി പറഞ്ഞു, പറയട്ടെ. എത്ര പേര് ഈ ലോകത്ത് നല്ലത് ചെയ്തവരല്ലാത്തവര്, ഫോർ എക്സാമ്പിൾ റേപ്പിസ്റ്റ്, എത്ര റേപ്പിസ്റ്റ് ആണ് സുഖമായിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് നടക്കേണ്ടത്. Then why are you ending your life? You didn't do anything harm. Okay, just remember that. We'll come again with another video. Till that time,